മാങ്കൂട്ടത്തിലെ രണ്ടാമത്തെ കേസിൽ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുകയാണ്. രാഹുലിന്റെ അറസ്റ്റ് മറ്റന്നാൾ വരെ കോടതി തടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റന്നാൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു കോടതി എന്ന ആശ്വാസകരമായ നിലപാടാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ ആഡംബര ജീവിതം നയിക്കുന്നു. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ആദ്യ കേസിൽ അറസ്റ്റ് സാധ്യമായിരുന്നില്ല. അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നതാണ്. പക്ഷേ രണ്ടാം കേസിൽ ഇന്ന് വരെ ഈ കോടതി ഉത്തരവ് വരെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ അറസ്റ്റ് സാധ്യമായില്ല. രാഹുലിന്റെ ഒളി സങ്കേതം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി അന്വേഷണ സംഘത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം മറ്റന്നാൾ മുൻകൂർ ജാമ്യം വരുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ദിവസം രാഹുലിന് പിന്നാലെ ഓടിയ അന്വേഷണ സംഘത്തിന് അല്പം റെസ്റ്റ് എടുക്കാനുള്ള ദിവസം കിട്ടിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ഇന്ന് എന്താണ് കോടതിയിൽ നടന്നതെന്ന് നോക്കിയാൽ ഞെട്ടിക്കുന്ന മൊഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ കേസിൽ പെൺകുട്ടി നൽകിയിരിക്കുന്നത്. ഇതിന്റെ സൂചനകൾ നമ്മൾ ഇമെയിലായി KPCC അധ്യക്ഷൻ അയച്ച പരാതിയിലൂടെ മനസ്സിലാക്കിയിരുന്നതാണ്. അതിലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ന് മൊഴിയിലൂടെ ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നു. അത് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പീഡനക്കേസിൽ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു എന്നത് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നു. കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് പരാതിക്കാരിയുടെ മൊഴി ഉൾപ്പെടെയുള്ള പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ശാരീരികമായി പരിക്കേൽപ്പിച്ചെന്നും നിരന്തരം ശല്യം ചെയ്തു എന്നുമാണ് പരാതിക്കാരിയുടെ മൊഴി. രാഹുലിനെതിരെ രണ്ടാമത് പരാതി നൽകിയ പെൺകുട്ടിക്ക് നിലവിൽ 23 വയസ്സാണ് പ്രായമുള്ളത്. 21 വയസ്സ് ആ പെൺകുട്ടിക്കുണ്ടായിരുന്നപ്പോഴാണ് രാഹുലിന്റെ അതിക്രൂരമായ ബലാത്സംഗം നടക്കുന്നത്. അങ്ങനെയാണ് ആ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. ദീർഘകാലത്തെ ബന്ധമുണ്ടായിരുന്നു. അത് ഈ പെൺകുട്ടിയെ സമൂഹ മാധ്യമത്തിലൂടെ കണ്ട് ആ ബന്ധം പുതുക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകുന്നു. ആവർത്തിച്ചുള്ള ഈ ഇത്തരം വാഗ്ദാനങ്ങൾ വന്നപ്പോൾ ആ പെൺകുട്ടി അത് കുടുംബത്തെ അറിയിക്കുന്നുണ്ട്. അവർ ആദ്യം അതിനോട് അനുകൂലമായി സമീപിച്ചിരുന്നില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ മാതാപിതാക്കൾ അനുകൂല സിഗ്നൽ നൽകുന്നു. അങ്ങനെ ആവർത്തിച്ച് വിവാഹ അഭ്യർത്ഥന നടത്തുമ്പോൾ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എന്നതായിരുന്നു ഈ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത്. ഫെനി ഡൈനാന്റെ ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അയാൾക്കൊപ്പമാണ് രാഹുൽ എത്തിയതെന്നായിരുന്നു ആ ഇമെയിലിൽ പെൺകുട്ടി പറഞ്ഞിരുന്നത്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ ഒരിടത്തെത്തിച്ച് എതിർപ്പുകൾ അവഗണിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നതാണ് ഈ പെൺകുട്ടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. രക്ഷപ്പെടാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടും ബലാത്സംഗം ചെയ്തു എന്നതാണ് പെൺകുട്ടി പറയുന്നത്. പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി. അതിനുശേഷം ഈ ബലാത്സംഗം നടത്തിയതിനു ശേഷം വിവാഹ വാഗ്ദാനത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ ഈ പെൺകുട്ടിയെ വീട്ടിലിറക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങുകയായിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു, ശല്യപ്പെടുത്തി. പേടി കാരണമാണ് ഒന്നും പുറത്തു പറയാതിരുന്നത് എന്നതാണ് പരാതിക്കാരി ഈ മൊഴിയിൽ പറയുന്നത്. SP പൂങ്കുഴലിയാണ് പരാതിക്കാരിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൊഴിയും ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ അന്വേഷണ സംഘം കൈമാറി. നേരത്തെ KPCC പ്രസിഡന്റിനാണ് പെൺകുട്ടി ആദ്യം ഇമെയിൽ വഴി ഈ പരാതി നൽകിയത്. ഒപ്പം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ പരാതിയുടെ കോപ്പി അയച്ചിരുന്നു. അതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസിന് നീങ്ങേണ്ടി വന്നത്. ഈ കേസിൽ ഈ ഇമെയിൽ അന്വേഷണ സംഘത്തിന് കൈമാറി. അതിൽ കേസെടുത്തതിന് പിന്നാലെ ആണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നിലപാട് എതിരായപ്പോൾ ഒറ്റ മിനിറ്റിനുള്ളിൽ കോൺഗ്രസ് ആ നടപടി പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ KPCC അധ്യക്ഷൻ പോലീസിന് ഈ പരാതി കൈമാറി. പോലീസ് അതിൽ കേസെടുത്തു. അജ്ഞാതമായ ഇമെയിലിൽ നിന്ന് വന്ന പരാതിയാണെന്നും സ്ഥലമോ കാലമോ വാദിയോ ഇല്ലാത്ത കേസാണെന്നും ഒക്കെയായിരുന്നു ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു ആ ഇമെയിൽ വന്നത്. അതിൽ ആ പെൺകുട്ടി പേരോ വിവരങ്ങളോ ഒന്നും വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ
നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ അറിയാമായിരുന്നു. ഈ പെൺകുട്ടിയിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പരാതി നൽകാനില്ല എന്നത് ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തെ SIT രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇമെയിൽ വന്നപ്പോൾ അന്വേഷണ സംഘത്തിന് പെൺകുട്ടിയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുകയും അവർ മൊഴിയെടുക്കാൻ പെൺകുട്ടിയുടെ അനുവാദം തേടുകയും ചെയ്തു. ഒടുവിൽ പെൺകുട്ടി അതിന് തയ്യാറെടുക്കുകയായിരുന്നു. ഇപ്പോഴും ആ പെൺകുട്ടി പറയുന്നത് തനിക്ക് ഭയമാണ്, രാഹുൽ മാങ്കൂട്ടത്തലിനെ പേടിച്ചാണ് താൻ മിണ്ടാതിരുന്നത് എന്നതാണ്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് കോടതി തടഞ്ഞിരിക്കുന്നു എന്നത് രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ഈ മൊഴി ഇല്ലാതിരുന്നിട്ടും അറസ്റ്റ് തടയുകയോ അങ്ങനെ ഒരു പരാമർശം നടത്തുകയോ ഇടപെടൽ നടത്തുകയോ ചെയ്തിരുന്നില്ല എന്നതുകൂടി നമ്മൾ ഓർക്കണം. മറ്റന്നാളാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇനി വിധി വരുന്നത്. മറ്റന്നാൾ വിധി വരും വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ജി പൂങ്കുഴലിയാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. രണ്ടാമത്തെ കേസിൽ ബലാത്സംഗം മാത്രമാണ് നിലവിൽ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴിയിൽ രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനാനെതിരെയും പരാമർശമുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാളെയും കേസിൽ പ്രതി ചേർക്കാനുള്ള സാഹചര്യമുണ്ട്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിലും രണ്ടാമത്തെ കേസിലും ഇപ്പോൾ മറ്റന്നാൾ വരെ അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാകുന്നത് വരെയാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കേസെടുത്തതോടെ ഈ കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. രാഹുലിനെ കണ്ടെത്താനായി മറ്റൊരു പോലീസ് സംഘം കഴിഞ്ഞ ദിവസം കർണാടകയിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അറസ്റ്റിനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെ അറസ്റ്റ് സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിനെ സംബന്ധിച്ച് ഇപ്പോൾ അത് ആശ്വാസമാണ്. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തൽ അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ണാടി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ പെൺകുട്ടി പരാതി നൽകുന്നത്. അന്ന് അവിടെ നിന്ന് മുങ്ങിയ രാഹുൽ ബംഗളൂരുവിൽ കർണാടകയിലൊക്കെ പല ഭാഗങ്ങളിലായി മാറി മാറി താമസിക്കുന്നു എന്നതാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. പലയിടങ്ങളിലും ആഡംബരമായിട്ടുള്ള ജീവിതം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും നയിക്കുന്നത്. പല കർണാടകയിലെ മറ്റു മുതിർന്ന നേതാക്കളുടെ ഒക്കെ പിന്തുണ രാഹുലിന് ഈ ഒളിവ് ജീവിതത്തിന് ലഭിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പലതരത്തിൽ ടവർ ലൊക്കേഷനുകളൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കുകയുമാണ്. അപ്പോൾ അതിനെ തുടർന്ന് രാഹുലിന്റെ ഒളിസങ്കേതം കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ട് എന്നതാണ് പുറമേക്ക് വരുന്ന വിവരം. അതേസമയം തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് എന്നതുകൂടി നമുക്കറിയാം. നാളെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകൾ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത് രാഷ്ട്രീയമായി വിഷയം സജീവമായി നിലനിർത്താൻ വേണ്ടിയാണ് ഈ അന്വേഷണം വൈകിപ്പിക്കുന്നത് എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ആവർത്തിച്ച് നേതാക്കൾ UDF നേതാക്കൾ അക്കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് സാധ്യമായ എല്ലാ വിധത്തിലുമുള്ള നിലപാടുകൾ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അതേസമയം സർക്കാർ ഈ അറസ്റ്റ് വൈകിപ്പിച്ചുകൊണ്ട് ഈ വിഷയം സജീവമാക്കി നിർത്താൻ ശ്രമിക്കുന്നു. അത് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്നതാണ് UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഈ കോൺഗ്രസിന്റെ വലിയ പിന്തുണയിലാണ്. കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എന്നതാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് രാഷ്ട്രീയ പശ്ചാത്തലം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തെ നിർണ്ണയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാം ഘട്ടത്തിലും അതുതന്നെ സ്വാധീനം ഉറപ്പിക്കും എന്നതിന്റെ സൂചനകളാണ്. എന്തായാലും മറ്റന്നാൾ വരെ ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അതിനുശേഷമുള്ള നടപടികളും മറ്റു കാര്യങ്ങളും അപ്പോൾ രണ്ടാം ഘട്ടത്തെയും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള കോടതി നടപടികളുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാനിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്ന രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ
ശക്തമായ വാദപ്രതിവാദങ്ങളാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെ ഇന്ന് കോടതിയിൽ നടന്നത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഈ യുവതിയുടെ മൊഴി AIG ജി പൂങ്കുഴലി അതീവ രഹസ്യമായി നേരിട്ടെത്തി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിശദാംശങ്ങൾ അടക്കമാണ് സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിച്ചത്. ഇതിൽ പ്രധാനമായി സൂചനകൾ അനുസരിച്ച് അതിക്രൂരമായ തരത്തിലുള്ള പീഡനം, ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടുള്ള പീഡനം നടന്നുവെന്ന് യുവതി മൊഴി നൽകിയതായാണ് വിവരം. അതോടൊപ്പം തനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായതായും അതുപോലും വകവെക്കാതെ ശാരീരികമായി തന്നെ അതിക്രമിക്കുകയായിരുന്നു എന്നുമൊക്കെ ഈ യുവതി ഈ പരാതിയിൽ പറയുന്നുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം KPCC അധ്യക്ഷന് ഇമെയിലായി അയച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ മൊഴിയായും അവർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഐ വാണ്ട് ടു റേപ്പ് യു എന്ന പരാമർശം നടത്തിക്കൊണ്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഈ അതിക്രമം നടത്തിയതെന്നും യുവതി അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മൊഴി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് കോടതിയിൽ നിന്ന് പുറത്തുവരുന്നത്. എന്തായാലും ഈ കാര്യങ്ങളടക്കം പ്രോസിക്യൂഷൻ ശക്തമായ തരത്തിൽ മുൻകൂർ ജാമ്യം നൽകരുതെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്, അതുകൊണ്ടാണ് ഇത്രയധികം നാളിന് ശേഷം ഇങ്ങനെയൊരു പരാതി വരുന്നത് എന്ന കാര്യമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഇരുഭാഗങ്ങളും കൃത്യമായി തന്നെ അവരവരുടെ വാദമുഖങ്ങൾ കോടതിക്ക് മുമ്പിൽ കൃത്യമായി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും കേസിന് പരിഗണിക്കുക വരുന്ന 10-ാം തീയതിയായിരിക്കും. 10-ാം തീയതി കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി S നസീറ വിധി പറയും. എന്തായാലും അതിന് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മങ്കൂട്ടത്തിന് തിരിച്ചടിയാകുന്ന ഒരു വിധി സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായാൽ കടുത്ത നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുമോ, അന്വേഷണ സംഘം കടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ തൽക്കാലത്തേക്കെങ്കിലും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു തുടർ നീക്കം വിധി വരുന്നതുവരെ ഉണ്ടാകില്ല എന്നാണ് വിവരം. അതീവ ഗൌരവത്തോടെ തന്നെയാണ് ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിവരങ്ങൾ ചോരുന്നു, അതോടൊപ്പം തന്നെ അന്വേഷണത്തിൽ കൃത്യമായ ഒരു മുമ്പോട്ട് പോക്കുണ്ടായില്ല എന്നീ ആക്ഷേപങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്ന തലവനെ ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് DYSP A സജീവനെ അന്വേഷണത്തിന് ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം ജി പൂങ്കുഴലിയുടെ മേൽനോട്ടത്തിൽ പുതിയൊരു ടീമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനി ഏകോപിപ്പിക്കുക. അതിന്റെ ഭാഗമായാണ് അജ്ഞാത കേന്ദ്രത്തിൽ ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കുന്നതിനിടയിൽ അതീവ രഹസ്യമായി യുവതിയിൽ നിന്ന് 2 വർഷം മുമ്പുണ്ടായ ദുരനുഭവങ്ങൾ AIG തന്നെ നേരിട്ട് മൊഴിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക സംഘം ഈ വിഷയം അന്വേഷിക്കുമെന്ന് വരുന്നു. നമുക്കറിയാം, ആദ്യ കേസിൽ ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യമെങ്കിൽ ഇത് റേപ്പ് കേസാണ്, ബലാത്സംഗമാണ് ആരോപണം. കൂടുതൽ കടുത്ത ആരോപണങ്ങളാണ്. പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടും ശ്വാസതടസ്സം ഉണ്ടായിട്ടും തന്നെ പീഡിപ്പിച്ചു, ദേഹമാസകലം പരിക്കുപറ്റി, എനിക്ക് റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തു എന്ന വലിയ ഗൗരവമുള്ള പരാതിയാണ് പെൺകുട്ടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നതിൻ്റെ സൂചനകളാണ്. താൽക്കാലിക ആശ്വാസം മാത്രമാണ് രാഹുലിന് മുന്നിലുള്ളത്. അത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെയുള്ള ഒരു തടസ്സം മാത്രമാണ് കോടതി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്.